ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്രീവിയസ് സെക്ഷൻ വീഡിയോയിലൂടെ പോളിടെക്നിക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് SY സ്റ്റുഡൻസിൻ്റെ സിലബസിലെ കോഴ്സ് സബ്ജക്റ്റായ വെബ് പ്രോഗ്രാമിങ്ങിൻ്റെ മോഡ്യൂൾ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു ചെയ്തിരുന്നത്. ഓരോ മോഡ്യൂളും എന്തൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് ഒരു ബേസിക് ഐഡിയ ആ വീഡിയോ സെക്ഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ ഈ ഒരു സെക്ഷനിലൂടെ വെബ് പ്രോഗ്രാമിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് റിലവൻസ് മനസ്സിലാക്കി തരിക എന്ന തോട്ടുമായി ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇൻട്രൊഡക്ഷൻ ടു വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ വെബ് പ്രോഗ്രാമിംഗ് എന്ന സബ്ജക്റ്റിലൂടെ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുക എന്ന എയിമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മോഡ്യൂളിൽ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഈ ഒരു മോഡ്യൂൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബേസിക് കൺസെപ്റ്റ് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ കാര്യങ്ങളാണ്. HTML മീൻസ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഈ ഒരു മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്ത ടൈമിൽ ആ വെബ് പേജസിൻ്റെ ലുക്ക് ഒന്നുകൂടി അട്രാക്റ്റീവ് ആക്കാൻ അല്ലെങ്കിൽ സ്റ്റൈലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് CSS യൂസ് ചെയ്യുന്നത്. CSS മീൻസ് കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റ്. അങ്ങനെ മാർക്കപ്പ് ലാംഗ്വേജ് വെച്ച് ക്രിയേറ്റ് ചെയ്ത വെബ് പേജിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി CSS യൂസ് ചെയ്യുന്നു. ഇത് കൂടാതെ നിങ്ങൾ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്ത കൺസെപ്റ്റാണ് ജാവാസ്ക്രിപ്റ്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആക്ഷൻസിനെയാണ്, മൗസ് ക്ലിക്ക് ആക്ഷൻസിനെയാണ്. നമ്മൾ എന്തെങ്കിലും എൻട്രി ചെയ്ത് മൗസ് ക്ലിക്ക് ചെയ്താൽ ഓൺ ക്ലിക്കിൽ എന്ത് പെർഫോം ചെയ്യണം, എന്തെങ്കിലും ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ഇൻ കേസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുന്നു. ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ഇൻപുട്ട് ചെയ്യണം. അങ്ങനെ ഇൻപുട്ട് ചെയ്യുന്ന ടൈമിൽ ലോഗിൻ ചെയ്ത ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈം നമുക്കൊരു മെസ്സേജ് വരും. ഇൻ കേസ് ദ പാസ്വേഡ് ആൻഡ് യൂസർ നെയിം ഈസ് റോങ്, ദർ ഇസ് സം മെസ്സേജ് വിൽ ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. ദാറ്റ് വിൽ ബി പെർഫോംഡ് ബൈ ദ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് അങ്ങനെയുള്ള മൗസ് ക്ലിക്ക് ആക്ഷൻസ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഈ 3 കൺസെപ്റ്റാണ് മെയിനായിട്ട് വെബ് പ്രോഗ്രാമിന് ആവശ്യമുള്ളത്. അതുകൂടാതെ തന്നെ കുറച്ച് ഇൻ്റർനെറ്റ് റിലേറ്റഡ് ബേസിക് കാര്യങ്ങളും വെബ് പ്രോഗ്രാമിങ്ങിന് ആവശ്യമുണ്ട്. അപ്പോൾ വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ ഒരു വെബ് പേജസ് അട്രാക്റ്റീവായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തരാനാണ് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്കിത് കുറച്ചും കൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു സാമ്പിൾ വെബ്സൈറ്റ് എടുത്ത് നമുക്ക് നോക്കാം. അതിൽ HTML കണ്ടൻറ്റും CSS കണ്ടൻറ്റും ജാവാസ്ക്രിപ്റ്റ് കണ്ടൻറ്റും മനസ്സിലാക്കാൻ വേണ്ടി ഒരു വെബ്സൈറ്റ് എടുത്ത് അതെങ്ങനെയെന്ന് നോക്കാം. സോ ഇവിടെ ഞാൻ എടുക്കുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് T-Kerala. നിങ്ങൾക്ക് ഫെമിലിയർ ആയുള്ളൊരു വെബ്സൈറ്റാണ് T-Keralaൻ്റെ വെബ്സൈറ്റ്. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് വെബ് പേജസിൻ്റെ കളക്ഷൻസാണ് വെബ്സൈറ്റ്. സോ ഇവിടെ T-Kerala എന്ന വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് ഈ ഓരോ എലമെൻസും HTML, CSS അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയാണ് അതിൽ യൂസ് ചെയ്തതെന്ന് നോക്കാം. Start that section. Here you can see the website of T-Kerala. വെബ്സൈറ്റ് അതായത് T-Keralaൻ്റെ വെബ്സൈറ്റ് പേജ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ ഈ ഒരു T-Keralaൻ്റെ പേജിൽ T-Kerala എന്ന ലിങ്ക് ഞാൻ ഓപ്പൺ ചെയ്തിട്ടാകുമ്പോൾ എനിക്ക് വ്യൂ ചെയ്യുന്ന പേജാണിത്. ഈ പേജിൽ കുറേ കണ്ടൻറ് ഉണ്ട്, ഒരുപാട് കണ്ടൻറ് ഉണ്ട് അല്ലേ. അതായത് റൈറ്റ് സൈഡായിട്ട് ഒരു ലോഗിൻ ബട്ടൺ ഉണ്ട്. ആ ലോഗിൻ ബട്ടൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ലോഗിൻ പേജ് വരും. നോർമലി ഇപ്പോൾ T-Keralaൻ്റെ മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ വെബ്സൈറ്റിൻ്റെയും പേജിൽ ലോഗിൻ പേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് യൂസർ നെയിമോ മെയിൽ ID യോ പിന്നെ പാസ്വേഡും വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യേണ്ടി വരും. അതിലെന്തെങ്കിലും ഇൻകറക്റ്റ് അല്ലെങ്കിൽ empty ആയി നമുക്ക് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഡിസ്പ്ലേ ഒരു മെസ്സേജ് ഓൺ ക്ലിക്കിൽ കാണിക്കും. ഇങ്ങനെ നമ്മൾ എൻട്രി ചെയ്ത ഡാറ്റാസ് വാലിഡ് അല്ല എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വ്യൂ ചെയ്യാൻ പറ്റും. അത്തരം കാര്യങ്ങൾ പെർഫോം ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ യൂസ് വെച്ചിട്ടാണ്. മൗസ് വെച്ചിട്ടുള്ള ഓൺ ക്ലിക്ക് ആക്ഷൻ പെർഫോം ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ യൂസ് വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു പേജിൽ ഒരുപാട്
ഹോം, എബൌട്ട് ഹസ്, ടൈം ടേബിൾ, റിസൾട്ട്, നോട്ടിഫിക്കേഷൻ, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു ബട്ടൺസ് കുറേ മെനൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ താഴേക്കും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മാർക്ക് ലിസ്റ്റ്, കാൻഡിഡേറ്റ് ലോഗിൻ, പെർമനൻറ്റ് രജിസ്റ്റർ നമ്പർ, അങ്ങനെ കുറച്ചിന് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുമായിട്ട് കുറച്ച് ന്യൂസ് പോലെ ബ്ലിങ്ക് ചെയ്തിട്ടും അല്ലാതെയും മൂവ് ചെയ്യുന്നുണ്ട്. ന്യൂസ് പോലെ ഇവിടെ മൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെയാണ് ഈ ഒരു സൈറ്റിലുള്ളത്. അപ്പോൾ കൂടാതെ തന്നെ നോക്കൂ, ഇത് ഇവിടെ ലോഗോ റൈറ്റ് സൈഡിൽ പറഞ്ഞു, റൈറ്റ് സൈഡിൽ കണ്ടന്റ് ഉണ്ട്. ഒരു ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് കേരള എന്നിട്ടൊരു കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ലോഗോ എന്ന് പറഞ്ഞിട്ട് ഇമേജ് സെക്ഷനാണ് തരുക. സോ HTML, CSS, ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ഈ 3 സംഭവങ്ങൾ എങ്ങനെയാണ് ഇതിൽ യൂസ് ചെയ്തതെന്നുള്ള കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് മനസ്സിലാവുന്നതാണ്. ഇവിടെ കളർ ചേഞ്ച്, അതായത് ഓരോ സെക്ഷനിലും കളർ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഓരോ ടെക്സ്റ്റിനും ഓരോ വേർഡ്സിൻ്റെയും സെൻറ്റൻസിൻ്റെയും പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കും. ടൈപ്സ്, ഫോണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ഹെഡർ സെക്ഷൻ ഉണ്ട്, ഫൂട്ടർ സെക്ഷനും ഉണ്ട്. ഇതാണ് നമുക്ക് ഈ ഒരു പേജിന് കാണാൻ പറ്റുന്നത്. അപ്പോൾ വെബ് പ്രോഗ്രാമിംഗ് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള പേജസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ വെബ്സൈറ്റിൻ്റെയും യൂസസ് അല്ലെങ്കിൽ പേർപ്പസ് അനുസരിച്ചായിരിക്കും വെബ്സൈറ്റ് ഉണ്ടാക്കുക. അതായത് ഈ കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ് വെബ്സൈറ്റ്. അപ്പോൾ ഓരോന്നിൻ്റെ പേർപ്പസ് അനുസരിച്ചായിരിക്കും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതനുസരിച്ച് അത് കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന രീതിയിൽ, സ്റ്റൈൽ ആവുന്ന രീതിയിൽ കുറച്ചും കൂടി കണ്ടൻറ്റും ഫങ്ഷണാലിറ്റിയും വെച്ചും പ്രോഗ്രാമിങ് ചെയ്യും. സോ ഇത് ടി കേരളേൻ്റെ പേജാണ്. ഈ ഒരു ഫങ്ഷൻ ആയിരിക്കില്ല ചിലപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് പേജസിനുണ്ടാവുക. അപ്പോൾ ഓരോന്നിനും അതിൻ്റെ പർപ്പസ് അനുസരിച്ചിട്ടായിരിക്കും അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ HTML കണ്ടൻറ്റും CSS കണ്ടൻറ്റും കാണാൻ വേണ്ടി ഞാനിവിടെ ഇൻസ്പെക്റ്റ് എലമെൻറ്റ്സ് എടുക്കുന്നത്. ഇൻസ്പെക്റ്റ് എലമെൻറ്റ്സ് എടുക്കുമ്പോൾ നമുക്കിവിടെ 2 സെക്ഷൻ കാണിക്കാം. റൈറ്റ് സൈഡിലായിട്ട് ഒരു പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തു വന്നു. ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ അതിൽ നിന്ന് കൺസോൾ എലമെൻറ്റ്സ് എടുത്തു. അപ്പോൾ നോക്കാം, ഈ ഒരു സെക്ഷനാണ് ഇതാ ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന ഈ ഒരു സെക്ഷനാണ് HTML കണ്ടൻറ്റ് എന്ന് പറയുന്നത്. HTML ടാഗ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഈ വെബ് പേജിൽ വരുന്ന കണ്ടൻറ്റിനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ വെബ് പേജസിലുള്ള കളറ്, ഫോണ്ട് അതൊക്കെ ചെയ്യുന്നത് CSS വെച്ചായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ HTML ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു പാഡിങ്, ബോർഡർ, മാർജിൻ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അതിലൊരു വിഡ്ത്തും ഹൈറ്റും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സൈറ്റിൻ്റെ മൊത്തം ഫുൾ പാർട്ട് ഫോക്കസ് ചെയ്തിട്ട് ഒരു കളർ ചേഞ്ച് കാണാം. അതായത് നമ്മളെ സൈറ്റിൻ്റെ ഈ ഒരു വെബ് പേജിൻ്റെ ടി കേരളാന്നിൻ്റെ വെബ് പേജിൻ്റെ ഹൈറ്റും വിഡ്ത്തുമാണ് അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷനിൽ നോക്കുന്ന ടൈമിൽ ഒരു ലിങ്ക് REL = എന്നുള്ള ടാഗിനകത്ത് href style.css എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റൈൽ ചെയ്യുന്ന സാധനം ഇൻസ്ട്രക്ഷനൊക്കെ നമ്മൾ .css വെച്ച് സേവ് ചെയ്യുമ്പോൾ അത് ആ ഒരു ഫയൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാനാണ് ആ ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് പ്രോഗ്രാമിംഗ് സെക്ഷൻ വരുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ ഈ style.cssലായിരിക്കും സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കളറ്, ഫോണ്ട്, അതേപോലെയുള്ള കാര്യങ്ങൾ, ഡിഫറെൻറ്റ് പാഡിങ്, ബാക്ക്ഗ്രൗണ്ട് കളറ്, മാർജിൻ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റൈലായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. ഇതിൻ്റെ ബോഡി സെക്ഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്താ ബോഡി സെക്ഷൻ? ബോഡി എന്നുള്ള ടാഗിലെ
ബോഡി സെക്ഷൻ ഓപ്പൺ ചെയ്തു. അപ്പം ഞാൻ ഇത് ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ അതിനനുസരിച്ചിട്ട് ഈ ടി കേരള സൈറ്റിൽ ഏതിനെയാണത് ഫോക്കസ് ചെയ്യുന്നത് മെൻഷൻ ചെയ്യുന്നതെന്ന് ടി കേരള സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഞാനിതാ image/13.g ആ ഒരു ഇമേജിൻ്റെ പേരാണ്. ആ ഇമേജ് എന്ന് പറയുന്നത് ഈ സൈറ്റിൽ എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഈ ഒരു ഇമേജിനെയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് മെനു എന്നുള്ളതിലേക്ക് കിടക്കുമ്പോൾ ഒരുപാട് മെനൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വൺ സെലക്ട് ചെയ്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഹോം എന്നുള്ള മെനുവിനെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. ഹോം എന്ന് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള HTML കോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ അത് എബൌട്ട് ഹസിലേക്കായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അതെ, എബൌട്ട് ഹസ്. നെക്സ്റ്റ് ടൈം ടേബിൾ. അപ്പോൾ അങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര പോലെ കണ്ടൻസ് ഇങ്ങനെ കൊടുക്കുന്നത് ഓരോന്നിനും. ഇതാ നെക്സ്റ്റ് ഞാൻ അടുത്ത കണ്ടൻറ്റിലേക്ക് പോയി. അടുത്ത കണ്ടൻറ്റിലേക്ക് പോകുമ്പോഴും ഫുട്ടർ കാണിക്കുന്നുണ്ട്. അതേപോലെ ഓരോ സെക്ഷനും ഇത് വെച്ച് ഡിസ്പ്ലേ ആവുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞു സ്റ്റൈലാണ് ഇതിൻ്റെ കളറ്, ഓരോ കളേഴ്സും ഓരോ ഫോണ്ട് ടൈപ്പും എങ്ങനെ പാഡിങ് ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് കളർ ഏതൊക്കെ കൊടുക്കണം എന്നൊക്കെ സ്റ്റൈലിലാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു പേജ് സ്റ്റൈലായിട്ട് ഇത്രയും ലുക്ക് വൈസ് ക്രിയേറ്റ് ചെയ്യാൻ ഇത്രയും സ്റ്റൈൽ കോഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓരോന്നും. അപ്പം ഇതിൽ ഓരോന്നും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫോണ്ട് സൈസ്, ഫോണ്ട് വെയ്റ്റ്, സ്പേസിങ്, പാഡിങ്, ഹെഡർ, ഫൂട്ടർ പാഡിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ സ്റ്റൈൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ ഈ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ബോർഡർ, ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെക്ഷൻ HTML റിലേറ്റഡ്, CSS റിലേറ്റഡ് കാര്യങ്ങളും പ്രാക്ടിക്കൽ സെക്ഷനും കണ്ടിന്യൂ ചെയ്യുമ്പോൾ ക്ലിയർ ആവുന്നതായിരിക്കും. സോ ഇവിടെ ഈ ഒരു സെക്ഷൻ കാണിക്കാൻ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതാണ് വെബ് പേജസിൻ്റെ കണ്ടൻറ്റ് എങ്ങനെ ഉണ്ടാക്കുക, ഇതുപോലെ എങ്ങനെ ഓരോ വേർഡ്സ് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിക്കുക, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്ന് മെസ്സേജ് എങ്ങനെ വരെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ ഓരോ മെനൂസും ഓരോ ബട്ടണും എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുക, ഓരോ ലിങ്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യുക, അങ്ങനെ ഓരോ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യിക്കാൻ HTML കണ്ടൻറ്റും അതൊക്കെ ആവശ്യമാണ്. അവസാനിക്കുന്നതിന് മുന്നേ നെക്സ്റ്റ് വീഡിയോയിൽ വെബ് പ്രോഗ്രാമിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിലെ ടോപ്പിക്സ് ആയിരിക്കും കവർ ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ് തുടങ്ങിയ ടോപ്പിക്സ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ ആ ഒരു സെക്ഷന് വേണ്ടി വെയിറ്റ് ഫോർ ദാറ്റ് സെക്ഷൻ. സോ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. So thank you so much.